ദിവ്യ നോക്കൂ, ഇവിടെ ഇപ്പോൾ കോൺഗ്രസിനും ഐക്യജനാധിപത്യ മുന്നണിക്കും ജനങ്ങൾ നൽകിയ ഒരു മാൻഡേറ്റ് ഉണ്ട്. അത് അവർക്ക് ഈ നാട് ഭരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കൃത്യമായ ഭൂരിപക്ഷം നൽകി അവർ അവരുടെ നിയമസഭാ കക്ഷി നേതാവിനെ തിരഞ്ഞെടുത്തു. ഇനി മന്ത്രിമാരെ തിരഞ്ഞെടുത്തുകൊണ്ട് തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. സ്വാഭാവികമായും അവർക്കിടയിൽ ഏതെങ്കിലും രൂപത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് എങ്കിൽ അതൊരു ആ പാർട്ടിയുടെയും ആ മുന്നണിയുടെയും ആഭ്യന്തര കാര്യമായി കാണാനാണ് ഇടതുപക്ഷവും പ്രത്യേകിച്ച് CPM-ഉം ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇത്തരമൊരു വൈകുന്നേരം ഈ ഒരു രൂപത്തിൽ മീഡിയ വൺ ഒരു ചർച്ച നടത്തുമ്പോൾ കോൺഗ്രസിൻ്റെ പ്രതിനിധി ഈ പ്രേക്ഷക സമൂഹത്തെ ഇത് കേട്ടിരിക്കുന്നവരെയും നാളെ മറ്റ് മാർഗങ്ങളിലൂടെ ഇത് കാണുകയും ഒക്കെ ചെയ്യുന്ന ആളുകളെ മുഴുവൻ ആളുകളും പൊട്ടന്മാരാണ് എന്ന രൂപത്തിൽ വരുത്തി തീർക്കാനുള്ള പരിശ്രമം നടത്തിക്കളയരുത്. അത് തെറ്റാണ്. അങ്ങനെ ചെയ്യുന്നത് ഈ സത്യത്തിൽ ഇരുട്ടുകൊണ്ട് വോട്ടടയ്ക്കുന്നതിന് തുല്യമാണ് എന്ന് മാത്രമേ ഞാൻ അവിടെ വിശേഷിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നുള്ളൂ. നിങ്ങൾ നോക്കൂ, വലിയ തർക്കം രൂക്ഷമായി കോൺഗ്രസിൻ്റെ ദേശീയ നേതാക്കന്മാരായിട്ടുള്ള അജയ് മാക്കനും അതുപോലെ തന്നെ മുകുൾ വാസനിക്കും ഇവിടെ എത്തിയിട്ടില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞാൽ എത്തിയിട്ടില്ല എന്ന് നമ്മൾ വിശ്വസിച്ചു കൊള്ളണം. MLA-മാരെ വിളിച്ചു വരുത്തി അവർക്കിടയിൽ വോട്ടെടുപ്പ് നടത്തിയിട്ടില്ല എന്ന് കോൺഗ്രസിൻ്റെ പ്രതിനിധി പറയുകയാണെങ്കിൽ അത് ഞങ്ങൾ വിശ്വസിച്ചു കൊള്ളണം. അതുമായി ബന്ധപ്പെട്ടൊരു ഫോട്ടോ ഇന്ന MLA-മാർ ഇന്ന ആളുകളുടെ പേരാണ് പറഞ്ഞത് എന്ന രൂപത്തിൽ അതിൻ്റെ ഒരു അടയാളം വരത്തക്ക വിധത്തിലുള്ള ഫോട്ടോ പുറത്തു വന്നു. അതങ്ങനെ ഒരു ഫോട്ടോയെ വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും അത് വിശ്വസിച്ചു കൊള്ളണം. ഞാൻ AK ആൻ്റണിയുടെ സ്റ്റാഫ് അംഗമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കോൺഗ്രസിൻ്റെ പ്രവർത്തകൻ വന്ന് രമേശ് ചെന്നിത്തലയുടെ നിയുക്ത മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ്റെ ഫ്ലെക്സ് ബോർഡിൽ കാർക്കിച്ച് തുപ്പുകയാണ്. അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ ഉണ്ടായിട്ടില്ല എന്ന് ഞങ്ങൾ വിശ്വസിച്ചു കൊള്ളണം. സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ സ്ഥാപിച്ചിരുന്ന നിങ്ങളെല്ലാവരും വളരെ പരിഭാവനതയോടുകൂടി കാണുന്ന ഉമ്മൻചാണ്ടിയുടെ പോസ്റ്റർ വലിച്ചു കീറി അട്ടഹാസം നടത്തിയത് ഈ കേരളത്തിൽ നടന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങളത് പൂർണ്ണമായും വെള്ളം തൊടാതെ വിശ്വസിച്ചു കൊള്ളണമെന്നാണ് നിങ്ങൾ പറയുന്നത് എങ്കിൽ അങ്ങനെ വിശ്വസിക്കുന്നൊരു സമൂഹമുണ്ടെങ്കിൽ അവർ വിശ്വസിച്ചു കൊള്ളട്ടെ. പക്ഷേ ഇതെല്ലാം കേരളത്തിൻ്റെ തലസ്ഥാന നഗരിയുടെ തെരുവോരങ്ങളിൽ നടന്ന ഹലോ സുരേഷ് പറയാം തെരുവോരങ്ങളിൽ നടന്നിട്ടുള്ള കാര്യങ്ങളാണ്. ഈ കാര്യങ്ങളെല്ലാം ഇതിങ്ങനെ നടന്നിട്ടേ ഇല്ല എന്ന് അദ്ദേഹം വളരെ സമർത്ഥമായിട്ട്, അതാണ് ഞാൻ പറഞ്ഞത്, കേരളത്തിലെ ജനങ്ങളെല്ലാം പൊട്ടന്മാരാണ്, പ്രേക്ഷക സമൂഹമാകെ പൊട്ടന്മാരാണ് എന്ന രൂപത്തിൽ വരുത്തി തീർക്കാൻ വേണ്ടി നടത്തുന്ന ഈ പാഴ്ശ്രമം ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഇതൊരു മുന്നണിയുടെയും അതൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെയും ആഭ്യന്തര കാര്യമാണ്. സ്വാഭാവികമായും ചിലപ്പോൾ അതിനകത്ത് പൊട്ടലും ചീറ്റലും ഉണ്ടാകാം. ഇത് ആ സ്വാഭാവിക പൊട്ടലും ചീറ്റലുമല്ല അവിടെ ഉണ്ടായിട്ടുള്ളത്. നിയുക്ത മുഖ്യമന്ത്രിയുടെ മുഖത്ത് ആ പോസ്റ്ററിലേക്ക് കാർക്കിച്ച് തുപ്പാൻ കോൺഗ്രസിൻ്റെ തന്നെ അണികൾ തയ്യാറാകുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയായി ഈ പാർട്ടി നിർലജ്ജം അധപ്പതിച്ചിരിക്കുന്നൊരു സന്ദർഭത്തിൽ അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് വന്ന് ഒരു വളരെ ലാഘവ ബുദ്ധിയോടുകൂടി ഒരു നേതാവ് പറയുകയാണ്. ആ നേതാവ് പറയുന്ന മുഴുവൻ വാക്കുകളും കേട്ടിരിക്കുന്നവരും കണ്ടിരിക്കുന്നവരും പ്രേക്ഷക സമൂഹവും വിശ്വസിച്ചു കൊള്ളുക എന്നുള്ള സന്ദേശമാണ് അദ്ദേഹം പറയുന്നത്.